ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ പരട്ട ആസാമിയില്ലേ, ഇവൻ മറ്റേ സവർക്കർ മാമന്റെ പരിപാടിയായിട്ട് വന്നിട്ടുണ്ട്. പറയാനുള്ളതെല്ലാം എന്തൊക്കെയോ അടിച്ച് വലിച്ച് കയറ്റിയിട്ട് ഇരുന്നുകൊണ്ട് പിച്ചുമ്പിഴിയൊക്കെ പറഞ്ഞ് ഇപ്പൊ ലാസ്റ്റ് പോലീസ് പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പാണക്കാട്ടെ തങ്ങളും പാണക്കാട്ടെ മൂരികളും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്ക വളരെ ഡീസൻ്റ് ആണ്. അവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് തെറ്റ് പറ്റിയെന്നാണ് പറയുന്നത്. എവിടം തൊട്ട് എവിടം വരെ നക്കാവോ അവിടം വരെ നക്കി വെളുപ്പിക്കുന്ന ഇവനെ പോലുള്ള പരട്ട ആസാമികളെ ഒന്നും കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുതെന്ന് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ തലയ്ക്കകത്ത് ബോധമുള്ള ആൾക്കാരും. കാഷായ വസ്ത്രത്തെ പറയിപ്പിക്കാൻ ഇതുപോലുള്ള ചില മരവാണങ്ങൾ. കാരണം ഈ വല്ലവനുമൊക്കെ കൊടുക്കുന്നത് വലിച്ചു കയറ്റി ബോധവും പൊക്കണവും ഇല്ലാതെ ലെവലും തെറ്റി കോണവും തെറ്റി സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലും വന്നിരുന്നുകൊണ്ട് ഞാനെന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് വീഡിയോ ചെയ്യുന്ന ഈ വേട്ടാവളിയനെ ഇപ്പൊ 8ന്റെ പണിയാണ് കിട്ടിയത്. പോലീസ് രേമാനെ അങ്ങോട്ട് പൊക്കിയായിരുന്നു. പൊക്കിക്കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ ഒരു ഉപദേശമൊക്കെ കൊടുത്തെന്നാണ് കേൾക്കുന്നത്. ഉപദേശം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവനിക്ക് വെളിവ് വീണത്. പാണക്കാട്ടെ തങ്ങളും മൂരികളും കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ എക്സ്ട്രാ ഡീസൻ്റ് ആണെന്നേ, അവരൊന്നും ഒരു കുഴപ്പമില്ലെന്നാണ് ഇപ്പം പറയുന്നത്. നാണം എന്ന് പറഞ്ഞ സാധനം നിനക്കൊക്കെ ഉണ്ടോ? ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? എടാ, ആണും പെണ്ണും കെട്ടി സവർക്കറിന്റെ ജീവിതം ജീവിച്ച് തീർക്കുന്നതിനെക്കാട്ടി നല്ലത് വേറെന്തെങ്കിലും പണിക്ക് പൊക്കൂടെ നിനക്ക്? എൻ്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ജനങ്ങളോട് ഞാൻ പറയട്ടോ, അതിനിപ്പോൾ ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഇവൻ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലോ സമൂഹ മാധ്യമങ്ങളിലോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. വരാൻ പോകുന്നത് നല്ലൊരു ഒന്നാന്തരം ദുരന്തമായിരിക്കും എന്നുള്ളത്. സംഖ്യകൾ എന്തായാലും ഇവനെ 7 തടിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലത്തെ തെമ്മാടിത്തരമായിരുന്നു ഇപ്പം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. മുസ്ലിങ്ങളുടെ കൂടെ നിന്ന് അവരെ സുഹിപ്പിച്ച് കിട്ടാവുന്ന മുഴുവൻ അങ്ങ് വിദേശത്തൊക്കെ പോയി വാങ്ങി വീടും വെച്ച് സുഖസുന്ദരമായിട്ട് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ എല്ലിൻ്റെ ഇടയിൽ അങ്ങോട്ട് കുത്തി ഇവൻ അങ്ങോട്ട് വന്നിരുന്നുണ്ട്. ഇസ്ലാമിനെ മൊത്തത്തിൽ അങ്ങോട്ട് അടച്ച് ആക്ഷേപിച്ച് ഇവരെല്ലാം തീവ്രവാദികളാണെന്ന് പറഞ്ഞത്. ആ തീവ്രവാദികളുടെ പണം കൊണ്ട് വീടും വെച്ച് അതിനകത്ത് കയറിക്കിടന്ന് ഉറങ്ങുന്ന ഈ ചെറ്റയ്ക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടീനെയും പാണക്കാട്ടെ തങ്ങളെയും മൂരികളെയും ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികളെയും അവരുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ തെണ്ടിത്തരം പറഞ്ഞത്. മെഡില ഒബ്ലാങ്കട്ടയ്ക്ക് എവിടുന്നോ ഒരു അടി കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ നക്കി വെളിപ്പിച്ചിട്ടുള്ള ഈ മാപ്പപേക്ഷ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സന്തോഷപൂർവ്വം ഞാൻ അങ്ങോട്ട് വെക്കുകയാണ്. ഇതൊന്ന് കണ്ടിട്ട് കൃത്യമായിട്ട് ഇതിനൊരു കമൻ്റ് അറിയിക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. അത് വിമർശനങ്ങൾ ഏത് രൂപത്തിൽ വേണമെങ്കിൽ കൊണ്ടെത്തിക്കാം. പക്ഷേ ഇതിനകത്ത് മിനിസ്റ്ററുടെ പേര് പറഞ്ഞു എന്നുള്ളതാണ്. അത് നമ്മളിതിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനെ ഉല്ലംഘിക്കുന്നതിന് തുല്യമാണത്. മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് ചില കാര്യങ്ങൾ പറഞ്ഞതൊക്കെ അബദ്ധമായി പോയി. വാസ്തവത്തിൽ അതാണ് വാസ്തവത്തിൽ ഇങ്ങനെ സൈബർ സെല്ലിലത് അവരുടെ ആൾക്കാർ അവരും മനുഷ്യന്മാരാണല്ലോ. സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു ലീഡറെ കുറിച്ച് പറയുമ്പോൾ പ്രശ്നമുണ്ടാവും. ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. അങ്ങനെ അതിന് ഞാൻ മറുപടി പറയേണ്ടി വന്നു. ഞാൻ ആ പ്രശ്നം അവിടെ അവസാനിച്ചു. ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു ചാനൽ, അത് മേജർ ചാനലിൽ തന്നെയാണ് പറഞ്ഞു സ്വാമി ഒളിവിലാണെന്ന്. വേറെ ആൾ പറഞ്ഞു സ്വാമി വിദേശത്തേക്ക് ചാടിക്കടന്ന്. ഞാൻ എവിടേക്ക് ചാടിക്കടക്കാനാണ്? എൻ്റെ വിദേശം ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിൽ നിന്ന് വിട്ട് എവിടേക്ക് പോകും? നേപ്പാളിലേക്ക് പോകാം. പക്ഷേ അല്ലാണ്ട് വേറെ എവിടേക്ക് പോകാനാണ്? ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് പറയുന്നത്. ഇതിപ്പോൾ അങ്ങനെ ഒരു വാശിപ്പുറത്ത് ചെയ്യുന്നതല്ല. എന്നെ അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു മനസ്സിലൊരു വിഷമമുണ്ടാകും. ഇതിൽ പിന്നെ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞാൽ. ഞാനിതൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ പുറയിൽ കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അവരൊന്നും ചെയ്തായിരിക്കും. അമ്മയോട് വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെ വളരെ അത് വാസ്തവത്തിൽ എനിക്കുള്ളൊരു ശിക്ഷയായിരുന്നു കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. ഞാൻ എല്ലാം അങ്ങനെ പറയുന്ന ഒരാളാണ്. അതാണ് എൻ്റെ ശരികളും അതാണ് എൻ്റെ വല്ലായ്മകളും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റേ നമ്മളുടെ സന്ദീപ് വാര്യർ കുട്ടിക്കാലത്ത് മുതലേ അറിയുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം ഇടപെട്ടു. അതിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടേനില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു ഞാനിത് സംഭവം അറിഞ്ഞിട്ടേനില്ല. ഞാൻ ഇവിടെ തിരക്കിലും കാര്യങ്ങളൊക്കെയാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല പറഞ്ഞു. ഏതായാലും അത് ഒരു രൂക്ഷമായിട്ടുള്ള പ്രശ്നവും മറ്റൊന്നും ആയി തീർന്നില്ല. അപ്പോൾ അതിന് ഞാൻ നന്ദി പറയേണ്ടത് മറ്റാരോടുമല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് തന്നെയാണ് നന്ദി പറയേണ്ടത്. യാതൊരു സംശയവുമില്ല. പിന്നെ ആവശ്യത്തിലേറെ സംസാരിച്ചു. അത് എത്ര വികാരം വരുമ്പോഴും നമ്മൾ ചില സമയത്ത് നമ്മൾ ചില എന്താ പറയുക, കുട്ടിക്കാലത്തുള്ള സ്വഭാവം വീണ്ടും പുറത്തു വരും. ഇന്നിപ്പോൾ ഏതൊരു ഉസ്താദാണ് മുസ്ലിം അദ്ദേഹം ഒരു വീഡിയോ ഇട്ട് എനിക്ക് ഒരാളെ അയച്ചു തന്നു. അതിൽ പറയുന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ചോ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുള്ള അങ്ങനെ ചില സ്വഭാവങ്ങൾ ചിലപ്പോൾ പൊട്ടിമുളച്ച് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. വെച്ചാലും വളരെ മോശമായി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, സംയമനം പാലിക്കണം എന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ഇപ്പം എന്തായാലും പറയുക, കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് മാപ്പ് എന്ന് പറഞ്ഞിട്ട് ആ 2 അക്ഷരം പറയണമല്ല, അർത്ഥമില്ല. അതിനപ്പുറം ഞാൻ എന്നെ ശിക്ഷിക്കണം. കോടതി ശിക്ഷിക്കുക അല്ലെങ്കിൽ സൈബർ പോലീസ് ശിക്ഷിക്കുക എന്നുള്ളതല്ല, ഞാൻ എന്നെ ശിക്ഷിക്കേണ്ടതുണ്ട്. അതായത് അതിനുള്ള ദിവസങ്ങളിൽ ഞാനത് ചെയ്യേണ്ടതുണ്ട്. കാരണം പലപ്പോഴും ചില സമയങ്ങളിൽ നമ്മളുടെ നാക്ക് നമ്മളുടെ പിടിയിൽ നിന്ന് പോകും.
നമ്മുടെ മനസ്സ് നമ്മുടെ പിടിയിൽ നിന്ന് പോകും. അപ്പോൾ എനിക്കാണ് പറയുക, ചെറിയ തോതിലുള്ള ഭ്രാന്ത് അത് വലുതായി വലിയ തോതിലുള്ള ഭ്രാന്തായിട്ട് മാറും. അപ്പം അങ്ങനെ ചില സംഭവങ്ങളിലൂടെയാണ് എനിക്കിങ്ങനെ അറിയാതെ വളരെ രൂക്ഷമായിട്ട്, അന്നാന്ന് വെച്ചാൽ സാധാരണ ഞാൻ ഇതിന് പ്രിക്കോഷൻ എടുക്കാറുണ്ട്. അങ്ങനെ പ്രിക്കോഷൻ എടുത്ത് ഏകദേശം എൻ്റെ ചില രൂപരേഖ 1, 2, 3, 4 വന്നിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് കുറിച്ച് വെച്ച് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നേരത്തെ ആലോചിച്ചു. ഇതൊന്നുമില്ലാതെ കയറിയിരുന്ന, അതാണ് ഞാൻ മറ്റെന്തായാലും പറയാം, പെട്ടെന്ന് ഒന്ന് ഡ്രസ്സ് പോലും ചെയ്യാതെ കയറിയിരുന്ന് പറഞ്ഞത്. അതിലിപ്പം എനിക്ക് അങ്ങയുടെ അദ്ദേഹത്തോടും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടും എൻ്റെ സഹോദരങ്ങളോടും മാപ്പ് പറയുക എന്നുള്ളതാണ്. അവരെ സാധാരണക്കാരെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ മാപ്പ് പറയുകയാണ്, തീർച്ചയായിട്ടും മാപ്പ് പറയണം, മനസ്സുകൊണ്ടാണ്. കാരണം ഇതിൽ മുൻപും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഒരിക്കൽ അയ്യന്തോൾ വെച്ചിട്ട് ഇനിയിപ്പോൾ പഴയ പോലെ തന്നെ വീഡിയോകളും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ളതല്ല, ഞാൻ എൻ്റെ സാധാരണ ജീവിതത്തിൽ കിടക്കും. പക്ഷേ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഞാൻ ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ ചെയ്യുക. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ഒരുക്കേണ്ടതുണ്ട്. കാരണം പോലീസുകാരൻ്റെ മനസ്സിൽ ഒരുക്കിയില്ല. അല്ലെങ്കിൽ അവർ 2 ചീത്ത പറഞ്ഞു, നീ എവിടുത്തെ സ്വാമിയാടാന്ന് ചോദിച്ചു, അതിൽ 2 ഗുമ്മ് വെച്ച് തന്നു, ഇതൊന്നും ഉണ്ടായില്ല അവിടെ. അതിനെനിക്ക് വലിയ സങ്കടമുണ്ട്. അതിൽ അവിടുത്തെ മേജർ ഓഫീസറുണ്ട് ചോദിച്ചത്, സ്വാമിജി ഞങ്ങൾക്ക് ഈ മുദ്ര തരുമ്പോൾ ഞങ്ങളുടെ ഓഫീസർമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. വഴി കൂടെ പോകുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ എന്തായാലും പറയും, മറ്റേ പൈപ്പ് തുറന്നു കിടക്കണപ്പോൾ അതും കൂടി ഓഫ് ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാൻ. അപ്പോൾ ഞങ്ങൾക്കത് സ്വാമിയോട് പറയാനുള്ളൂ. സ്വാമി പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു പോകേണ്ട ആവശ്യമുണ്ട്, ഇനി ഒന്നിരിക്കില്ല പറയും. സ്വാമി മരണം വരെ, സ്വാമിക്ക് ബോധമില്ലാതെ വരുന്നവരെ സ്വാമി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് അങ്ങനെ പേർത്തും പറഞ്ഞു. ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ആ സംഭവം ഉണ്ടായി, അതൊരു തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കിയതെന്ന് സൈബർ സെല്ല് പോലീസിനോടും അവരുടെ യൂത്ത് വിങ്ങിൻ്റെ ആൾക്കാരോടും അവരത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ തോന്നാൻകുട്ടി സാഹചര്യമെതിരെ പച്ചത്തറിയും എന്തൊക്കെയും പറഞ്ഞ് ഫോണിൽ ഞാൻ ഒരു വീഡിയോ ഇട്ട സമയത്ത് അവരെ 10,000-34,000 പേരെ കണ്ടു. എന്നെ ഇന്ന് പോലീസുകാർ അതുപോലെ കംപ്ലയിൻറ്റ് വന്നില്ലായിരുന്നെങ്കിൽ, പോലീസുകാർ ഫർദറായിട്ട് ആക്ഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്കൊരു ഔത്സുക്യം തോന്നിനെ, എന്നാൽ ഞാൻ അടുത്തത് ഇടാൻ തോന്നിനെ. പക്ഷേ ഇവിടെ വെച്ച് ഈശ്വര കൃപ എന്ന് പറയാം, അത് തടയപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ശിക്ഷ അതെനിക്ക് മറക്കാൻ പറ്റില്ല. അത് വിട്ടുകളി സ്വാമി, അത് വിട്ട് ഞാനതൊന്നും അറിഞ്ഞിട്ടൊന്നും സ്വാമിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അവിടെ ഞാൻ DSI വിളിച്ച് പറഞ്ഞോളാം, കേട്ടോ നമുക്ക് കാണണം കേട്ടോ എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കുക, ഇത്തരം സാഹചര്യത്തിൽ അങ്ങനൊരു വാക്ക് കേൾക്കുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങൾ തന്നെ പറയുക, അതല്ലേ ഏറ്റവും വലിയ ശിക്ഷ. അതെനിക്ക് കിട്ടി. ഞങ്ങൾ തമ്മിൽ കാണും, തിരുവനന്തപുരത്ത് മറ്റെവിടെയും വെച്ച സാവകാശം കാണും. കള്ളത്താടിയും കാഷായ വസ്ത്രവും ധരിച്ച ഈ ഫ്രോഡ് ആസാമി ഇപ്പം മാപ്പെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കിടന്നങ്ങ് കരഞ്ഞ് മെഴുകുക. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ് കേസൊന്നും എടുക്കുകയൊന്നും വേണ്ട, തലയ്ക്കകത്ത് വെളിവില്ലാതെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു പോയതാണ്, ഞാനങ്ങ് ക്ഷമിക്കുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ക്ഷമിക്കാം. ഈ ഒരു സമുദായത്തെക്കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറഞ്ഞതിന് ഇവൻ ആരോടാ മാപ്പ് പറയേണ്ടത്? ഇവിടുത്തെ ഒരു ജനസമൂഹത്തോട് മുഴുവൻ ഇവൻ ഈ സവർക്കറിൻ്റെ മാപ്പുമായിട്ട് വന്നാലും ഇവിടുത്തെ ജനങ്ങൾ ഇത് സ്വീകരിക്കത്തില്ല. കാരണം ഇവനെപ്പോലുള്ള പുഴുത്ത ജന്മങ്ങൾ ഇനിയും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു കേസ് വരാതിരിക്കാനും വേണ്ടി, അല്ലെങ്കിൽ ഒരു കേസെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ പേടിച്ച് വരണ്ട് തൂറിയാണ് ഈ സവർക്കർ പറഞ്ഞ കണക്ക് ഇപ്പോൾ കാല് തൊട്ട് അങ്ങ് ആസനം വരെ നക്കി അങ്ങോട്ട് വെളുപ്പിച്ചിട്ട് ഈ വൃത്തികെട്ടവും മാപ്പുമായിട്ട് വന്നത്. ഇതൊക്കെ ഈ ഫ്രോഡിൻ്റെ ഒരു അടവ് തന്നെയാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ഈ ഒരു സമൂഹം ഉണ്ടല്ലോ, അവരെല്ലാം സഹിക്കാനും ത്യജിക്കാനും ഒക്കെ തയ്യാറാണെന്നേ. നിങ്ങൾ എത്രയൊക്കെ തന്നെ ഈ സമുദായത്തെക്കുറിച്ച് അടച്ച് ആക്ഷേപിച്ചാലും, സമുദായത്തിലെ മുതിർന്ന നേതാക്കന്മാരെ കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരം പറഞ്ഞാലും ഒരാളും നിങ്ങൾക്കെതിരെ പരാതിയുമായിട്ട് പോകില്ല, നിങ്ങൾക്കെതിരെ കൊലവിളി മുദ്രാവാക്യവും നടത്തത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പഠിപ്പിച്ചത് അതല്ലടോ. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ താഴെയും വന്നിട്ട് കമൻ്റ് ഇട്ട് മെഴുകുന്നവരും എനിക്കെതിരെ ഭീഷണി മുഴക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. കാരണം രാജ്യം ഭരിക്കുന്ന ഞങ്ങളാണ്, ഞങ്ങൾക്കെതിരെ സംസാരിച്ച തീഹാർ ജയിലിൽ കൊണ്ടിടും, നിന്നെയൊക്കെ മറ്റിടത്താക്കി കളയും, നിന്നെയൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. കൃത്യം വിളിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഊത്തലെടുക്കുന്ന ഒരു വിഭാഗം ഈ സംഖ്യകളല്ലാതെ വേറെ ആരുമില്ല. സംഖ്യകളെ പറയുമ്പോഴത്തേക്ക് ഹിന്ദുക്കളെ പറയുന്നെന്ന് പറഞ്ഞിട്ട് ഒരുത്തനും ആ അട്ടിപ്പേർ അവകാശം ഏറ്റുകൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെഴുകാൻ നിൽക്കരുത്. മെഴുകിയാൽ ഇതുപോലെ ആയിരിക്കും നിനക്കൊക്കെ വരാൻ പോകുന്നത്. എന്താണോ ചെയ്തത് ആ പാത പിന്തുടർന്നുകൊണ്ട് പിന്നെ വന്നിരുന്നിട്ട് മാപ്പും കോപ്പും പറയുന്നത് നമ്മൾ കാണേണ്ടി വരും. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സറിഞ്ഞ് സന്തോഷമായെന്ന് തോന്നുന്നല്ലോ അല്ലേ? കുറച്ച് നാളത്തേക്ക് ഈ വിവരം കേട്ട ആസാമിയുടെ വായിൽ നിന്നും ഒന്നും കേൾക്കേണ്ടി വരത്തില്ല. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.